നിന്നോട് ഇഷ്ടമെന്ന് പറയാനല്ലേടാ പറഞ്ഞോളൂ. ഹണിമൂണിന് കെട്ടിയെടുക്കാൻ പറഞ്ഞ ഒന്ന് പോടാ, ഇതൊരു ബിസിനസ് ട്രിപ്പാണ്. അങ്ങനെ പറ, മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങനെ പോവല്ല. എന്റെ മോനെ നീ പേടിക്കണ്ട, ഡാഡിയുടെ മമ്മയുടെ കാര്യമൊക്കെ നീ പറഞ്ഞവരെ ഞാൻ നോക്കിക്കൊണ്ട്. ആടാ, ഓക്കെ. സേഫ് ആയിട്ട് പോയോ കേട്ടോ. ഓക്കെ, ബൈ. ബൈഡാ, നമുക്ക് പോകാം. ഓക്കെ യുങ്കി. സമയം ഒരുപാടായി, നല്ല ഇരുട്ടായി. നമുക്ക് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്താലോ? ഓക്കെ യുങ്കി. വിശക്കുന്നുണ്ടോ? കുറച്ച്. ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാം. ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയോ? പിന്നല്ല. എന്തുപറ്റി? എന്ത് ടേസ്റ്റ് ആണ്? ഞാനൊട്ടും വിചാരിച്ചില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടാവുന്നു. ഞാൻ ആരാ? സുഗ, ജീനിയസ്. The two word is enough. ജിമിൻ കിടക്കുന്നില്ലേ? ഞാൻ ആകാശത്ത് നോക്കുകയായിരുന്നു. എന്തൊരു താരങ്ങളാണ്, എന്തൊരു ഭംഗിയ ആകാശം കാണാൻ. നല്ല നിലാവുള്ള രാത്രി, തണുത്ത കാറ്റ്. പിന്നൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ? അത് ജിമിൻ, എനിക്ക് നിന്നെ. ഹലോ, നിങ്ങളെവിടെ എത്തും? എവിടെ എത്തിയിപ്പ? ഞങ്ങൾ നാളെ മോർണിംഗ് എത്തും. ഇപ്പോഴൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തേക്കാണ്. ഓക്കെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കട്ടാ. നിങ്ങൾ ഫുഡ് കഴിച്ചാ? കഴിച്ചു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആരാ? ജാക്സനാണ്. എവിടെ എത്തിയെന്നറിയാം. പിന്നെ യുങ്കി എന്താ പറഞ്ഞു വന്നത്? ഇല്ല, ഒന്നുമില്ല. സമയമാകുമ്പോ പറയാം. ജിമിൻ, ഞാൻ ബെഡ് റെഡി ആക്കിയിട്ടുണ്ട്, കിടന്നോട്ടാ. താങ്ക് യു യുങ്കി. നിങ്ങൾ ഇത്ര റൊമാൻറ്റിക് ആണോ? റൊമാൻറ്റിക്കാ? ഇതൊന്നും അല്ല എൻ്റെ റൊമാൻസ്. എൻ്റെ ബോയ് ഫ്രണ്ടാണ്. അപ്പം നിനക്ക് കാണിച്ചു തരാം. വാട്ട്? ഒന്നുമില്ല, കിടന്നോ. വെള്ളം ഞാൻ താഴെ വെച്ചിട്ടുണ്ട്, ഹോട്ട് പാക്കും. കിടന്നോ, മോർണിംഗ് ഞാൻ വിളിക്കാം. ജിമിൻ, പോകാം. ഹലോ. ഹായ്. ജാക്സൺ? യെസ്. സുഗ ആൻഡ് ജിമിൻ? യെസ്. കം ഇൻ. താങ്ക് യു സോ മച്ച്. Many hours later. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ റിങ്സ് കിട്ടിയത്. ഇത് അവരുടെ തന്നെയാണ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ടീ എന്തോ തരാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്തോ ആരെങ്കിലും അന്വേഷിച്ചു വന്നാല്? യെസ്, ഞാൻ മറന്നു. ശരിക്കും ഞങ്ങൾ കോളേജ് ഫ്രണ്ട്സാണ്. ശരിക്കും പകുതിക്ക് വെച്ചിട്ടാണ് വന്നത്. ആളൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അവനൊരുപാട് മാജിക് ഒക്കെ കാണിക്കുമായിരുന്നു. ജങ്കുക്കും ഞാനും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താ? ജങ്കുക്കിന്റെ ഇരട്ട സഹോദരി എൻ്റെ ഗേൾ ഫ്രണ്ടാണ്. ഇരട്ട സഹോദരി? യെസ്, ബട്ട് ഐഡന്റിക്കൽ അല്ല. സഹജാത ഇരട്ടകളാണ്. രണ്ടുപേരും തമ്മിൽ ഒരു സാമ്യവും ഇല്ല. ഗേൾ ഫ്രണ്ട് എന്ത് ചെയ്യുന്നു? അവൾ സിറ്റിയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. 2 മാസം കൂടുമ്പോൾ വരും. 2 ദിവസം നിന്നിട്ട് പോകും. അപ്പോൾ അവരുടെ പാരൻസ് ചെറുപ്പത്തിൽ എന്തോ മരിച്ചതാണ്. പിന്നെ അവരൊരു ബന്ധുവാണ് നോക്കിയിരുന്നത്. പിന്നെ അവർ മരിച്ചുപോയി. പിന്നെ ജങ്കുക്കും പെങ്ങളും കൂടിയാണ് ജീവിച്ചിരുന്നത്. പാവങ്ങൾ. അവളൊന്ന് വരണുണ്ട് 2 ദിവസത്തേക്ക്. ആണോ? അത് നന്നായി. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാലോ. അത് ശരിയാ. അവളായിരിക്കും. ജാക്സൺ, ഞാൻ വന്നു. നല്ല കേട്ടുപരിചയുള്ള ശബ്ദം. ജിസോ സർ, ജിമിൻ, നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾ ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞിട്ട്? നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? യെസ്, എൻ്റെ ബോസും കൊളീഗുമാണ്. അയ്യ, ശരി. അപ്പൊ നീയായിരുന്നു ജാക്കയുടെ സിസ്റ്റർ? എൻ്റെ ബ്രദറിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ടെൻഷനാവണ്ട, ഞാൻ പറഞ്ഞതെല്ലാം. അവനും നല്ല ഇഷ്ടത്തിലായിരുന്നു. പിന്നെ അവർക്ക് എന്ത് പറ്റിയെന്ന് ഒരറിവുമില്ല. ഈ മോതിരങ്ങള് നിങ്ങളെയും കാണുമ്പോൾ അവർ പുനർജനിച്ച് നിങ്ങളുടെ രൂപത്തിൽ വന്ന് നിൽക്കണ പോലെ ഉണ്ട്. അവരെത്ര നാളായി കാണാതായിട്ട്? ഇപ്പോൾ 2 വർഷമായി. എന്തോ ട്രിപ്പ് എന്നും പറഞ്ഞ് കൊറിയക്ക് പോയി. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അവിടുത്തെ എംബസി വിളിച്ചപ്പോ ഒരു ആക്സിഡന്റിൽ വിട്ട് മരിച്ചയാളുടെ ബോഡി ഉണ്ടെന്ന് പറഞ്ഞ് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോ അത് തന്നെയാണ്. പൈസ ഇല്ലാത്തോണ്ട് അവിടെ തന്നെ അടക്കം ചെയ്തു. അതിന്റെ ഇടയിൽ ഈ മോതിരം എങ്ങനെ പോയെന്നോ വീക്ക് എന്ത് സംഭവിച്ചോന്നോ എനിക്കറിയില്ല.
കരയാതെ ജിസോ, നമുക്ക് കണ്ടുപിടിക്കാം. നീ വിഷമിക്കണ്ട. അതെ, കരയാതിരിക്കും. ഇതാ വീത ലഭിച്ച സാധനം. ഒരു ഡയറിയാണ്. ഇതേത് ഡയറി? അന്ന് വി കൊറിയയിൽ നിന്ന് വന്നിരുന്നു. എന്നെ കണ്ട് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ അടയാളങ്ങളുമായി 2 പേർ വരും, അവരെ ഏൽപ്പിക്കണമെന്ന്. അന്ന് അതെനിക്കും അത് മനസ്സിലായില്ല, ഇപ്പോൾ വ്യക്തമായി. ഇത് തുറക്കാൻ കഴിയുന്നില്ലല്ലോ. എവിടെ? ഓ, എനിക്കും പറ്റണില്ല. അവൻ എന്നോട് തുറക്കരുതെന്ന് പറഞ്ഞതാ. ബട്ട് മലയാളിയായി പോയില്ലേ, തുറക്കാണ്ട് ഒരു സമാധാനം ഉണ്ടായില്ല. അപ്പം തന്നെ കുറെ നോക്കി, തുറക്കാൻ പിന്നെ പറ്റിയില്ല. അപ്പം ഞാൻ എടുത്ത് വെച്ച് അലമാരിയിൽ. നോക്കിക്കേ, ഇതൊരു മാന്ത്രിക ഡയറി പോലെ ഉണ്ട്. ഒരു മാന്ത്രികവാടിയൊക്കെ കണ്ടോ? എനിക്ക് തോന്നുന്നു. ഇത് നോക്കി, നടുക്കൊരു സ്പേസ്. എനിക്കൊരു ഐഡിയ. ഇവരുടെ അടയാളങ്ങളുമായി വന്നവരല്ലേ നമ്മ, അവരുമായി ബന്ധപ്പെട്ട പ്രധാന രേഖയാണല്ലോ ഇത്. ഇത് അടയാളങ്ങൾ കൊണ്ട് അവരുടെ രേഖകൾ കിട്ടുമെന്ന് നോക്കാം. അതായത് ഈ മോതിരങ്ങൾ ഈ സ്പേസിൽ വെച്ച് നോക്കാമോ? എക്സാക്ട്ലി. ഓ, എന്റെ പൊന്നോ, നിങ്ങളുടെ തല വേറെ ലെവലാണല്ലോ. വൈകിക്കണ്ട, വെച്ച് നോക്കാം. ഓക്കെ, റെഡി, 1 2 3 വെച്ചോ.